അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞങ്ങളിത് മനസ്സിലാക്കുന്നത് CPM-ന്റെ ചട്ടുകമായി അവരൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. CPM രാഷ്ട്രീയ ഗെയിം ഇതിലൊക്കെ ഇറക്കും. CPM സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. കാരണം CPM-ന് തന്നെ അറിയാം ഹൈക്കോടതിയിൽ എന്താണ് CPM പറഞ്ഞത്. വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ CPM ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഒരു ഭാഗത്ത് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, ആ വിജ്ഞാപനത്തിൽ പറയുക 2 ആളുകളുടെ ഒഴിവ് ഞങ്ങൾ നികത്തിക്കോളാം എന്ന് പറയുക. എന്നിട്ട് അത് ബോധ്യമായ ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു പണ്ഡിതനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് തെറ്റ് പ്രചരിപ്പിക്കുക. ഇത് CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗെയിമാണ്. അതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ നമ്മൾപ്പെട്ട ആളുകൾ തയ്യാറാവരുത്. അതിന് CPM അല്ല, ഏത് പാർട്ടി ആയാലും പരസ്പരം അങ്ങുമിങ്ങും അകലാൻ. ഇവിടെ ഏറ്റവും വലിയ വില്ലൻ കേന്ദ്ര ഗവൺമെന്റാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണിത്. ആ ആക്ടിനെ മറികടക്കേണ്ടത് വഖഫ് ബോർഡിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് മതേതരത്തെ കാക്കുന്ന എല്ലാവരുടെയും കടമയാണ്. അത് ചെയ്യാതെ ഒരർത്ഥത്തിൽ ഫാസിസ്റ്റ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിട്ടുള്ള മതേതരത്വത്തിന്റെ ഭിന്നിപ്പ്, സാമുദായിക ധ്രുവീകരണം ഇതിന് അടിമയാകുന്നു അല്ലെങ്കിൽ വിധേയരാകുന്നു എന്ന് പറയേണ്ടി വരും. ഇത്തരം ചർച്ചകൾ മനഃപൂർവ്വം നിർമ്മിച്ചുണ്ടാക്കുന്നവരുടെ നിലപാടിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അല്ല, ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അതിന്റെ സുതാര്യതയോടുകൂടി മുന്നോട്ട് പോകും. കഴിഞ്ഞ മുഷാവറ പറഞ്ഞു ജനറൽ സെക്രട്ടറി ഇൻചാർജ് ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർക്കാണ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രതിസന്ധി ഒരു നിൽക്കും അതിന്റെ അഭാവം ഒരു പ്രതിസന്ധി ആയിക്കൊണ്ട് എവിടെയും തുടരുന്നില്ല. എന്നിട്ടും ആലുകുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർക്ക് അതിന്റെ ചുമതല മുഷാവറ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത മുഷാവറ ആലുകുട്ടി ഉസ്താദിന്റെ 40-ാം നാൾ കഴിഞ്ഞതിന്റെ ശേഷം, വഫാത്തിന്റെ വിട പറയുന്നതിന്റെ 40-ാം നാൾ കഴിഞ്ഞതിന് ശേഷം ഉചിതമായ തീരുമാനം മുഷാവറ കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങളല്ലല്ലോ ഈ വിവാദം ഉണ്ടാക്കിയത്. വഖഫ് ബോർഡ് ബന്ധപ്പെട്ട നിരന്തരമായി കഴിഞ്ഞ ദിവസം CPM-ഉം അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ചെയർമാനും വഖഫ് ബോർഡ് അംഗവും നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണങ്ങൾ പല വഴിക്ക് നടത്തി. പല ചാനലുകൾക്കും നിങ്ങൾക്ക് മുമ്പിൽ വന്ന് പല ബൈറ്റും പലരും തന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇപ്പൊ പരസ്യമായി CPM-ന്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദുരാരോപണം, പച്ചക്കളവ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇതിന്റെ ഒരു വിശദീകരണമായി മുന്നോട്ട് വന്നത്. അത് ഇതിന്റെ പ്രചരണം വിവാദം ഉണ്ടാക്കിയത് ആരാണോ അവർ അത് പിൻവലിയുകയും കൂട്ടായി നിന്നുകൊണ്ട് ഈ ആക്ടിനെ മറികടക്കാനോ അല്ലെങ്കിൽ ആക്ടിന് വിധേയമായി വഖഫ് ബോർഡിന് ഡാമേജ് ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ സാമുദായികപരമായ താല്പര്യം സംരക്ഷിക്കാനോ ഉള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ദൗർഭാഗ്യവശാൽ അതില്ലാതെ വീണ്ടും വീണ്ടും വിഷയങ്ങൾ ഉണ്ടാക്കിയാണ്. അല്ല, CPM-ന്റെ വേദിയിൽ പങ്കെടുക്കാൻ സമസ്തയുടെ അനുമതി വേണോ വേണ്ടേ എന്നത് സമസ്തയുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഉമർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വേദിയിലും അവർക്ക് പങ്കെടുക്കാം. CPM-ന്റെ പരിപാടിയിൽ പങ്കെടുത്തതിലല്ല ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു പാടില്ല എന്നതിനെ പറ്റി പറയുന്നത്. അതല്ല ഞങ്ങൾ പറയുന്നത്, പച്ചക്കളവ് CPM വേദിയിൽ വിളിച്ചു പറയുന്നു. അത് കോൺഗ്രസിന്റെ വേദിയിലാണ്, BJP-യുടെ വേദിയിലാണ് പറയുന്നതെങ്കിലും ഇതേ വർത്തമാനം ഞങ്ങൾ പറയും. അതിന് വേദി ഒരുക്കപ്പെടുന്നവരോടും ഞങ്ങൾ പറയും. ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും കൃത്യമായ സ്റ്റേറ്റ്മെന്റിന്, സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി CPM പൊതുവേദിയിൽ പറഞ്ഞു. അത് കളവാണ്. അത് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാഗത്ത് കൊണ്ട് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ ഒരു കൃത്യവും വ്യക്തവുമായ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ CPM പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കൊണ്ട് തെറ്റാണോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അത് സമസ്ത മുഷാവറ തീരുമാനിക്കട്ടെ. ആര് പങ്കെടുക്കണം, ആരോട് അനുമതി ചോദിക്കണം എന്നൊക്കെ സമസ്ത നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. CPM-ന്റെ സെമിനാറുകളിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. ഞാനും CPM-ന്റെ പല വേദിയിലും സെമിനാറുകളിൽ പങ്കെടുത്ത വിഷയാധിഷ്ഠിതമായി, പ്രമേയാധിഷ്ഠിതമായി നിലപാട് നമ്മൾ പറയും. സംഘപരിവാർ വിരുദ്ധ സെമിനാർ, അതുപോലെ തന്നെ വഖഫ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട CPM നടത്തിയ ധാരാളം സെമിനാറിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ്. അതിലൊന്നും തെറ്റ് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ പരസ്യമായി പച്ചക്കളവ്, രഹസ്യമായും പറയാൻ പാടില്ല, പരസ്യമായി പച്ചക്കളവ് പറയാൻ പാടില്ല. ഇതിനെയാണ് ഞങ്ങൾ ഖണ്ഡിക്കുന്നത്. എങ്ങനെ അല്ല, ഹമീദ് അലി ശിഹാബ് തങ്ങൾക്ക് നിലപാട് പറയാം.
അമീദ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോഴേക്കും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി തേജോവധം നടത്താൻ വേണ്ടി ആരും മെനക്കെട്ടാൽ ശരിയല്ല. അത് സഗൗരവം എല്ലാവരും ഇടപെടേണ്ട കാര്യമാണ്. സൈബർ ഇടങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഞങ്ങൾ ആരും പിറകോട്ട് പോകുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. സോഷ്യൽ ഓഡിറ്റിങ്ങിന് എല്ലാവരും വിധേയരാവേണ്ടതുണ്ട്. അതൊരു പൊതുപ്രവർത്തകന് സ്വന്തം ഉണ്ടാകുന്ന സാധാരണ കാര്യവുമാണ്. പച്ചക്കള്ളം പറയുന്നതൊക്കെ പറയുമ്പോൾ പോഷക സംഘടനാപരമായ ഈ സ്ഥാനത്ത് നിന്ന് പറയുമ്പോൾ അതിലൊരു അതവുകേടുണ്ടെന്ന് പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. ഓഹോ, പരസ്യമായി പച്ചക്കളവ് പറയുന്നതിലെ അസാംഗത്യം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അങ്ങ് ചെയ്തത് ശരിയായില്ല ഉസ്താദേ എന്ന് ബഹുമാനത്തോടു കൂടി പറയുന്നതിൽ എന്താണ് കുഴപ്പം? അത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ആ അധികാരം ആർക്കുണ്ട്? ഞങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്താനോ അദ്ദേഹം മോശക്കാരാണെന്ന് പറയാനോ പണ്ഡിതനല്ലെന്ന് പറയാനോ ഞങ്ങൾ മെനക്കെട്ടില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ ബഹുമാനിക്കും, ആദരിക്കും. പക്ഷേ തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടും. ഇത് ഞാനല്ല പറഞ്ഞത്, ഞങ്ങളൊരു കൂട്ടായ സംഘടനയുടെ ഒരു അംഗം എന്ന് മാത്രമേ ഞാനതിലുള്ളൂ. അത് ആ നിയമത്തിന്റെ വഴിയെ പോട്ടെ. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടപെടുന്നില്ല. അതൊരു പ്രാദേശികമായുള്ള തർക്കം മാത്രമാണ്. ആ തർക്കത്തിൽ പോലീസ് ഇടപെട്ടാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടും നീതി പ്രതീക്ഷിക്കണം. അതില്ലാത്ത ദൗർഭാഗ്യകരമാണ്. ബൂട്ടിട്ടാണോ ബൂട്ട് അയച്ചു വെച്ചാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു ആരാധനാലയങ്ങളിലും പോലീസ് അനധികൃതമായി ഇടപെടാൻ പാടില്ല. വടകര നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ അതേ സംബന്ധിച്ചിടത്തോളം ഒരു കമന്റ് നടത്തുന്നില്ല. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ.